था जिन्हें हमने पा लिया, पाना था जिन्हें हमने पा लिया, अब रही न कोई आश है। सुखदाता ने पकड़ा हाथ है, सुखदाता ने पकड़ा हाथ है, सदा रहेगा वही साथ है। पाना था जिन्हें हमने पा लिया। दिन रात बजे मेरे मन में बाबा। ओम शांति, ओम शांति। ठीक है सभी, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? सुबह जो सुन रहे थे मुक्त अवस्था क्या चीज़ है, संबंधों से मुक्ति, उसके लिए बहुत बड़ी विस्तार है और उसका गहराई बहुत बड़ा है। संबंधों में नियमों के पालना में हम कभी थोड़ा भी अलबेले ना रहे, क्योंकि नियमों की पालना मर्यादाओं के ऊपर चलने की ताकत देती है। मर्यादा ये बहुत सूक्ष्म है और गहरा है। അതായത് രാവിലെ മുക്തി എന്നുള്ള സ്ഥിതിയെക്കുറിച്ചിട്ടാണല്ലോ ദീദി നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ സംബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, മര്യാദകൾ, അത് വളരെ വിസ്താരത്തിലുള്ള വിഷയമാണ്, വളരെ ആഴത്തിലേക്ക് പോകേണ്ട വിഷയമാണ്. അപ്പോൾ ആ നിയമങ്ങൾ, മര്യാദകൾ പാലിക്കുക എന്നുള്ളതിൽ ഒരിക്കലും ഒരു അശ്രദ്ധ കൊണ്ടുവരാൻ പാടില്ല. കാരണം ആ നിയമങ്ങളും മര്യാദകളും വളരെ സൂക്ഷ്മമായതും വളരെ ആഴത്തിലുമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട്. मर्यादाओं में जो पहली मर्यादा संबंध की, वो संपूर्ण पवित्रता, जिसमें मुझे डिटेल बोलने की दरकार नहीं है। देहाभिमान हो या देहभान हो, वो बिल्कुल न रहे। माना सारा 10 विकारों की समाप्ति। कोई भी विकार किसी भी आत्मा के संबंध में आते हुए वृत्ति चित्त में भी न रहे। सिर्फ संकल्प में, दृष्टि में नहीं, लेकिन अंदर चित्त तक हम चेक करें, हमारा वृत्ति में इतनी शुभ भाव, शुभ संकल्प, शुभ दृष्टि है, जो भाई भाई के अलावा मस्तक भी गुम, लेकिन बिंदु भी नहीं, बाप के स्वरूप में हम स्थिर रहे। क्योंकि संपूर्ण पवित्रता माना एक बाप दूसरा न। സംബന്ധങ്ങളിൽ ആദ്യത്തെ മര്യാദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പൂർണ്ണ പവിത്രത. സമ്പൂർണ്ണ പവിത്രതയുടെ പരിഭാഷ തന്നെ ഇതാണ്. ഒരേ ഒരു ബാബ, വേറെ ആരുമില്ല. അപ്പോൾ അവിടെ നമ്മൾ സംബന്ധങ്ങളിൽ വരുമ്പോൾ 10 വികാരങ്ങൾ, ദേഹബോധത്തിൽ നിന്നും ദേഹ അഭിമാനത്തിൽ നിന്നും ഉണ്ടാകുന്ന 10 വികാരങ്ങൾ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വരാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, മനോവൃത്തിയിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ, ചിത്തത്തിൽ, മനോവൃത്തിയിൽ പോലും ഈ 10 വികാരങ്ങളുടെ അംശം പോലും വരാൻ പാടില്ല. അതാണ് ശരിക്കും സമ്പൂർണ്ണ പവിത്രത. അപ്പോൾ ആത്മദൃഷ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ഭൃഗുടിയിൽ ആത്മാവിനെ പോലും അല്ല, ഭായി എന്നുള്ളതാണ് പാഠം. പക്ഷെ അതുപോലും അല്ല. രാവിലെ പറഞ്ഞതുപോലെ ആത്മാവിന് പകരം ബാബ ബിന്ദുവിനെ
കാണാൻ സാധിക്കണം. അപ്പോൾ സമ്പൂർണ്ണ പവിത്രത എന്ന് പറഞ്ഞാൽ അതാണ്. ഒരേ ഒരു ബാബ, വേറെ ആരുമില്ല. ബെഞ്ചി 10 विकार थोड़ा इनको वो काम, क्रोध, लोभ, मोह, अहंकार, ये 5 बड़ा है. इसका जो छोटे बच्चे हैं ना, वो है ईर्ष्या, द्वेष, ईर्ष्या, विद्वेषम. द्वेष, आलस्य, अलबेलापन और भय लास्ट में बड़ा विकार है. आलस्यम, अश्रद्धा, भयम. भय विकार है, ये आप सब जानते हो. लेकिन जो ईर्ष्या द्वेष में अनेक बातें भावना में आता है, ग्लानि हो या संबंधों में ईर्ष्या के वश सदैव किसी के प्रति उसका भाई बहन समझो ये ईर्ष्या और द्वेष की, फिर उसके प्रति बदला लेने की एक गहरी सूक्ष्म भाव जो है ईर्ष्या द्वेष के पीछे, ये भी ना रहे. एक इन 5 उसका अनेक रूप, ये छोटे 5 उसका अनेक रूप, ये सारी बातें हमें गहराई से समझना है. तभी हम इन विकारों पर विजय पा सकते हैं. അതായത് ഈ 10 വികാരങ്ങളെ തന്നെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുണ്ട്. മുഖ്യമായിട്ടുള്ളത് കാമം, ക്രോധം, ലോഭം, മോഹ, അഹങ്കാരം. അത് കഴിഞ്ഞാൽ ഈർഷ്യ, വിദ്വേഷം, ആലസ്യം, അശ്രദ്ധ, ഭയം. ഇപ്പോൾ ഈർഷ്യയും വിദ്വേഷവും എടുക്കുകയാണെങ്കിൽ, ഈർഷ്യ വന്നിട്ടുണ്ടെങ്കിൽ അസൂയ, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പെരുമാറ്റത്തിൽ നമ്മൾ അവരെ ഗ്ലാനി ചെയ്യാൻ നോക്കും. അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, ഒന്ന് അവരെ ഒന്ന് കുത്തും, അല്ലെങ്കിൽ ഒന്ന് കളിയാക്കും, അല്ലെങ്കിൽ ഒന്ന് ഗ്ലാനി ചെയ്യും. അപ്പോൾ അത് ആ വികാരങ്ങൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ രീതിയിലുള്ള പെരുമാറ്റം. അപ്പോൾ അത് ആഴത്തിൽ നമ്മൾ ഈ വികാരങ്ങളെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ തന്നെയാണ് ഈ വികാരങ്ങളുടെ മേലെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. माना रिवेंज, बदला लेने की भावना. അതെ, അത് കാരണം എന്താ വെച്ചാൽ ആ വിദ്വേഷം ഉള്ളിലുള്ളത് കാരണം എങ്ങനെയെങ്കിലും അവരെ ഇങ്ങനെ എതിർക്കണം എന്നുള്ളത്. തിരിച്ച് നമ്മൾ പറയില്ലേ, തിരിച്ച് അവരോട് പ്രതികരിക്കുക, എതിർത്ത് പ്രതികരിക്കുക. और ये बहुत डेंजर है. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, സ്വഭാവമാണ്. हाँ, बदला लेने की अगर भावना आ जाती, उसको भूल नहीं पाते, तब तक शरीर छोड़ देते हैं. उन भावनाओं में उसको शरीर नहीं मिल सकता है. ശരീരം വിട്ടാൽ പോലും ആ ഭാവന ഉണ്ടല്ലോ, അതത്രയും ഡേഞ്ചറാണ്. എൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ആ ഒരു വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലത്തെ ആ ഒരു ഭാവന അത് ശരീരം വിട്ടാൽ പോലും പോയില്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും ഡെപ്തിൽ കിടക്കുന്നുണ്ടാകും. അതാണ് ബദ്ലാൻ ലേന. ഈ ഇംഗ്ലീഷ് വേർഡ് കറക്റ്റ്, റിവെഞ്ച് എന്ന് പറയാം. പ്രതികാരം, കറക്റ്റ് വാക്ക്, പ്രതികാരം. ആ പ്രതികാരം ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ പ്രതികാരം ചെയ്യണം, പ്രതികാരം. അപ്പോൾ അവസരങ്ങളൊന്നും വിടില്ല. അപ്പോൾ ആ ഒരു ഭാവന ഉള്ളിൻ്റെ ഉള്ളിൽ ശരീരം വിട്ടു പോയാലും ഉണ്ടാകുക. तो अगर शरीर छोड़ने के टाइम वो जो रिवेंज है वो आ जाता है, उस आत्मा की याद भी अगर आ जाएगा, क्योंकि एक्सट्रीम फोर्स में जो बात होती है, शरीर छोड़ने टाइम अंत में वही व्यक्ति और वही बदला लेना, माना रिवेंज जो बुद्धि में आता, शरीर उसमें छोड़ते हैं, फिर वो आत्मा भटकती है, उसको शरीर नहीं मिलता. जब तक वो मिले उससे बदला ना ले, जन्म बाई जन्म वेट करेंगे, लेकिन शरीर नहीं मिलेगा. അതായത് എനിക്ക് ഒരാളുടെ അടുത്ത് അത്രയും പ്രതികാരം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ശരീരം, കാരണം അത് വളരെ ഡീപ്പായിട്ടാണ് ഉള്ളിൽ ആ ഫീലിംഗ് കിടക്കുന്നത്. അപ്പോൾ ശരീരം വിടുന്ന സമയത്ത് ആ ഫീലിങ്ങും ആ വ്യക്തിയുമായിരിക്കും ഇങ്ങനെ ഉള്ളിൽ വരുന്നത്. അപ്പം അങ്ങനെ ശരീരം വിടുക. അപ്പം ആ ആത്മാവ് പിന്നെ അലയും, അടുത്ത ജന്മത്തിൽ ശരീരം കിട്ടാതെ അലയും. പിന്നെ ജന്മം കിട്ടുന്നത് ആരോടായിരുന്നു ആ പ്രതികാരം ചെയ്യണം എന്നുള്ള തോന്നലുണ്ടായിരുന്നത്, ആ ആത്മാവിനെ കണ്ടുമുട്ടി പ്രതികാരം ചെയ്യുന്നത് വരെ ഈ ആത്മാവ് അലയും ശരീരം കിട്ടാതെ. माना कोई किसी को प्यार करता, वो प्यार वाली धोखा दे देंगी,
ये वो पेन, उसी दुख में सुइसाइड कर लेगा, तो फिर वो रिवेंज ऐसा लेगा, वो वेट करेगा उसके लिए, जन्म बाई जन्म लेना पड़े। या और कोई रीति से लोग एक दो को पैसे में सारा बर्बाद कर देते हैं रिवेंज लेने के लिए। उस टाइम उसी दुख में और भी कुछ कर दिया, शरीर छोड़ दिया, उसको भूल नहीं पाया, फिर उस व्यक्ति से वो रिवेंज लेने तक वो शरीर नहीं लेगा। इसका जो एग्जाम्पल है यज्ञ में, बोलो आप। जी जी जी, आप बोलिए। यज्ञ में एक दिन क्या हुआ, इनिशियल डेज है, तो एक किसी बहन में आत्मा आ गई और वो इतना चिल्लाने लगा, हंगामा करने लगा यज्ञ में। सारी दादियाँ गई, डर के मारे आ गई। चंद्रमणि दादी वो शेर थी ना, बहुत निर्भय थे, तो अडोल थे। बाबा ने कहा बच्ची तुम जाओ, उसको समझाओ, अब ये हंगामा नहीं करो, आप शांत रहो, ये भगवान की जगह है। उसको बोलो शरीर उसको छोड़ के जाओ, उसको तकलीफ होता है। तो और पूछो उसको क्या चाहिए, क्यों आए। तो फिर दादी गई, जोर से दादी गई, तो दादी ने कहा तुम यहाँ आई क्यों है, हम बता दी, बातें ऐसे करते हैं, तो आप इधर से निकल जाओ, क्या चाहिए आपको। तो उसको और गुस्सा आ गया, तो उसने बोला तू कौन है मुझे बोलने वाली। ऐसा उसको देखा, दादी कहती है मैं हिल गई उसी दिन, ऐसे उसका था रूपरेखा। और वो कहा वो फलानी कन्या मुझे इतनी तंग किया है, धोखा दिया है, मैंने उसको छोड़ के नहीं जाएंगे, लेके ही जाएंगे, क्योंकि जन्म बाई जन्म उसके लिए मैं वेट करता रहता हूँ, और अब मिली है ये, और इसको मैं बदला लेना ही है, रिवेंज में उसको ले जाना ही है शरीर से। तो दादी समझाने की कोशिश किया, लेकिन उसका देखना, बाबा बोल के भेजा था, उसका आंखों में आंख रख करके बात नहीं करना। तो दादी ने फिर बोल करके फिर चले गए। बाबा को बोला बाबा इतना पावरफुल है, मैं किसी अनेक आत्माओं से दादी कोई बेच देते बाबा, लेकिन आज वो हिल गए इतने, वो उसका जो बदला, उसका जो दृष्टि इतना खराब था, जो वो ऐसा सारा शरीर हिल रहा है, और वो कहता है उसको लेके ही जाएंगे, छोड़ेंगे ही नहीं। तो बाबा शांत हो गया। बच्चे उस आत्मा का उसके साथ बहुत कड़ा बंधन है। ये आत्मा उसका हिसाब पूरा करने तक छोड़ेंगे नहीं। बाबा बोल के शांत हो गया। कारण ये था, बाबा ने बाद में समझाया, बच्चे जीवन में कोई क्या भी करे, कितना भी धोखा देवे, कितना भी आपको परेशान करे, कभी भी किसी के प्रति आप द्वेष या ईर्ष्या, कोई भी विकार, लेकिन ये दो बहुत खराब है, जो जन्म जन्म उस आत्मा को भटकाती है, और उन बच्चों को शरीर नहीं मिलता, और ये हालत होती है। तो इसलिए हमारे जीवन में कोई भी विकार, हर विकार आत्माओं को दुखी, दूसरों को भी करता, हमें भी करता। क्यों करे? अभी जब पता पड़ गया, बाबा आ चुका है, हम कभी किसी को फॉरगिव एंड फॉरगेट, कोई क्या भी करता, बेचारे परवश है, अनजान है, तो बाबा उसका उद्धार हो, वो आगे बढ़े, दुआ दे करके, क्षमा करके, दया करके
उस बात को बाबा को बोल के छोड़ दो। कोई कड़ा हिसाब किताब है, लोग आपको बहुत परेशान करेंगे, बहुत कुछ हिलाने की कोशिश करेंगे, लेकिन आप कभी उनकी बातें मन में नहीं रखना। सदैव अगर मुझे भूलना है, मुझे क्षमा करना है, कुछ भी करे, क्या भी करे, आपको इतना ही बाबा से बोलना है, बाबा फलानी आत्मा का पता नहीं मेरे साथ क्या कड़ा हिसाब है, ये आत्मा आगे बढ़े, उसका उद्धार हो, उसको सत्य बुद्धि मिले, ऐसा कर्म न करे। ऐसे भिन्न भिन्न तरीके से आप दया दिखाते जाओ, क्षमा करते जाओ, तभी ये कड़ा बंधन टूटेगा। नहीं तो उसका तंगल चलता, आपका चलता, इसका चलता, उसका, इसे बनता जाता है, जो और कड़ा बनता जाता, ये डेंजर है। कभी ऐसे आप नहीं करना। അതായത് ബ്രാഹ്മണ കുട്ടികളായ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവരെയും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണവശാലും ഒരാളുടെ അടുത്തും പ്രതികാര ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. ഇനി ആരെങ്കിലും നമ്മളുടെ അടുത്ത് നമ്മളെ അത്രയും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, നമ്മളെ ചതിക്കുക, നമ്മളെ അത്രയും ഗ്ലാനി ചെയ്യുക, അങ്ങനെ നമ്മളെ അത്രയും വേദനിപ്പിക്കുന്ന എന്ത് കാര്യം ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് അവരോട് ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികാര ബുദ്ധി വരുന്ന രീതിയിൽ ഒരു ഫീലിങ്ങും വരാൻ പാടില്ല. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ സാധാരണ നമുക്കറിയാലോ, ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് നല്ല സ്നേഹമുണ്ട്, പക്ഷേ അവരെ ചതിച്ചു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പേരിൽ ചതിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികാര ബുദ്ധി ഉള്ളിൽ, എന്നിട്ട് ആ പ്രതികാരം വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യാണെന്ന് വിചാരിക്കും. ആ ആത്മാവ് അലയാണ്. എത്ര നാൾ അലയും? ആരാണോ ചതിച്ചത്, ആരാണോ അത്രയും ദുഃഖം തന്നത്, ആ ആത്മാവിനെ ഏത് ജന്മത്തിലാണോ കണ്ടുമുട്ടുന്നത് അതുവരെ ആത്മാവ് ഇങ്ങനെ പ്രതികാര ബുദ്ധി വെച്ച് അലഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ആത്മാവിനെ കണ്ടുമുട്ടുമ്പോൾ ആ പ്രതികാരം ഫുള്ള് തീർക്കാനുള്ള എല്ലാ കാര്യവും ചെയ്യും. അത് ആ പ്രതികാരം നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. ഒരിക്കലും ഒരു സെൻറ്ററിൽ ബാബ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സെൻറ്ററിൽ ഒരു കന്യകയുടെ ശരീരത്തിൽ ഇതുപോലെ ഒരു യജ്ഞമേ മധുബൻ में उस टाइम मधुबन नहीं था ना, ബ്രിജ്കോട്ടി അച്ഛാ. അപ്പോൾ പാണ്ഡവ ഭവനിൽ വരുന്നേക്കാളും മുമ്പ് ബാബയും കുട്ടികളും ഉണ്ടായിരുന്നതാണ്. മൗണ്ട് അബൂവിൽ തന്നെ ബ്രിജ് കോട്ടിയിൽ വെച്ചിട്ട് ഒരു കന്യകയുടെ ശരീരത്തിൽ ഒരു ഈവിൾ സോള് വന്നു. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങൾ വരുമ്പോൾ ബാബ നമ്മുടെ ചന്ദ്രമണി ദാദീനെയാണ് വിടുന്നത്. കാരണം ചന്ദ്രമണി ദാദി ഭയങ്കര പവർഫുള്ളാണ്. ദാദിയുടെ ശബ്ദം തന്നെ പുരുഷന്മാരുടെ ശബ്ദമാണ്, ഭയങ്കര ഹാർഡ് ശബ്ദമാണ് ദാദിയുടെ. അത്രയും നല്ല ശക്തിശാലിയാണ്. അതുകൊണ്ടാണ് പഞ്ചാബിലെ സിംഹം എന്നാണ് വിളിക്കുക ദാദീനെ ബാബ. അപ്പോൾ ഇപ്രാവശ്യം ചന്ദ്രമണി ദാദീനെ വിട്ടു. കാരണം എന്താ വെച്ചാൽ ഈ ആത്മാവ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചന്ദ്രമണി ദാദി പോയി ഈ ആത്മാവിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഭയങ്കര കടുത്ത ശബ്ദത്തിൽ വളരെ ശക്തിശാലിയായിട്ട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു ദാദി. അപ്പോൾ തിരിച്ച് ആ ആത്മാവ് അതിനേക്കാളും ശക്തമായിട്ട് ഭയങ്കര ഒരു പ്രതികാരം ഇതിൽ വരണം, നീ ആരാ എൻ്റെ അടുത്ത് അത് ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ബാബ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ദുരാത്മാക്കൾ വരുമ്പോൾ അവരുടെ ദൃഷ്ടിയിലേക്ക് അങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാബ. അങ്ങനെ ബാബയുടെ അടുത്ത് വന്നിട്ട് ഈ വിവരം ചന്ദ്രമണി ദാദി പറഞ്ഞു. അപ്പോൾ ബാബ ഭയങ്കര സൈലൻ്റായിട്ട് അത് കേട്ടു. എന്നിട്ട് പറഞ്ഞു, കുട്ടി, ആ ആത്മാവിന്, അതായത് ഈവിൾ സോൾ ആരാണോ പ്രവേശിച്ചത് ആ ആത്മാവിന് ഈ കന്യകയിലുള്ള ആത്മാവുമായിട്ട്, ഈ കന്യകയായിട്ട് അത്രയും കടുത്ത ഒരു കർമ്മത്തിൻ്റെ കണക്കുണ്ട്. അത് തീരുന്നത് വരെ ഈ ആത്മാവ് അവരെ വിട്ട് പോവില്ല. അത് അവർ തമ്മിലുള്ള കണക്കാണ്, ഒന്നും ചെയ്യാനില്ല. അത്രയും സൈലൻ്റായത് പറഞ്ഞു ബാബ, സൈലൻ്റായി. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ആരെയും ദുഃഖിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ചതിച്ചു എന്ന് വിചാരിച്ചോളൂ, ഒരു കാരണവശാലും നമുക്ക് അവരുടെ അടുത്ത് വിരോധം വരാൻ പാടില്ല. കാരണം ഈ
പ്രതികാരത്തിൻ്റെ ഫീലിംഗ് വന്നാൽ നമ്മളെ തന്നെയാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബാബ നമുക്ക് പഠിപ്പിച്ച് തന്ന ആ കാര്യം, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കും ദുഃഖം, ആ ആത്മാവിനും നമ്മൾ അത്രയും ദുഃഖം കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരാളെ പ്രതിയും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ പാടില്ല. പകരം നമ്മൾ ബാബ പറഞ്ഞതുപോലെ ദയാദൃഷ്ടി കൊടുക്കുക, ദയാഭാവന കൊടുക്കുക, ഫൊർഗീവ് ഫൊർഗെറ്റ്. അവരെന്ത് നമ്മളെ അത്രയും വേദനിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ മേൽ ദയ കാണിക്കുക, ക്ഷമിക്കുക, ആ കാര്യമേ മറക്കുക, മനസ്സിൻ്റെ ഉള്ളിൽ വെക്കാനേ പാടില്ല. അത് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീലിംഗ്, ആ വികാരം ഇങ്ങനെ ഇരുന്ന് കൂടി നമ്മൾ തന്നെ അറിയില്ല, അത് വലിയ രൂപത്തിലേക്ക് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാളോടും നമ്മൾ ഒരു ദേഷ്യമോ എതിർപ്പോ വെറുപ്പോ അസൂയോ ഇങ്ങനത്തെ ഫീലിങ്സേ വെക്കാൻ പാടില്ല. അവിടെ നമ്മളത് ക്ഷമിക്കണം, മറക്കണം, ദയ കാണിക്കണം, ശുഭഭാവന വെക്കണം, സ്നേഹത്തിൻ്റെ ഭാവന വെക്കണം. ബാബയോട് പറയണം, ബാബ ഈ ആത്മാവുമായിട്ട് എന്തോ ഒരു കണക്ക് എനിക്കുണ്ട് ബാബ. എന്നിട്ട് ബാബയുടെ അടുത്ത് പറഞ്ഞിട്ട് ബാബയുടെ വൈബ്രേഷൻസ് കൊടുക്കുക, നമ്മുടെ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻസ് കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യുക്തി നമ്മൾ ഉപയോഗിച്ച് ഒരിക്കലും ആ ആത്മാവിൻ്റെ അടുത്തേക്ക് നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് വൈബ്രേഷൻസ് പോകരുത്. അത് നമ്മളെല്ലാവരും വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. किसी भी बात में किसी को कभी धोखा देने के स्वप्न तक भी कोई ख्याल ना आए, संकल्प तो छोड़ो नृत्य चित्त में, क्योंकि ये डेंजरस है. ചതിക്കുക, നമ്മളും ചതിക്കാൻ പാടില്ല. നമ്മളെ ആരെങ്കിലും ചതിച്ചാൽ നമുക്ക് പ്രതികാരം പാടില്ല. നമ്മളും ഒരു കാരണവശാലും ഒരാളെ ചതിക്കുന്ന ഒരു തോട്ട് പോലും, തോട്ട് എന്നല്ല, ഒരു ചിന്തയല്ല, അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ വൃത്തിയുടെ ഉള്ളിൽ പോലും, മനോവൃത്തിയിൽ പോലും അങ്ങനത്തെ ആ ഒരു ഫീലിങ്ങേ വരാൻ പാടില്ല. ഒരാളെ ചതിക്കണം എന്നുള്ളത് അത് ഭയങ്കര ഡേഞ്ചറാണ്. അതിൻ്റെ കണക്ക് വളരെ വലുതായിരിക്കും. फिर जो ईर्ष्या है, ईर्ष्या अंदर ही अंदर क्रोध से ज़्यादा जलाता है, जो आत्मा को काला कर देता है. ये अव्यक्त मुरली में बाबा स्पष्ट कर दिया है. बच्चे, क्रोध से ज़्यादा डेंजर ईर्ष्या है. किसी को आगे जाता हुआ देख खुश ना होना, जलना, ओ ये क्या है, वहाँ मैं इससे ज़्यादा बड़ी हूँ, इससे ज़्यादा बुद्धिमान हूँ, इससे ज़्यादा मैं कर सकती हूँ. ये जो कॉम्पिटिटिव वृत्ति है, दूसरों को आगे बढ़ना देख और ही खुश होना चाहिए, और ही सपोर्ट करना चाहिए, और ही उसके प्रति दुआएं देनी चाहिए, उसको छोड़ करके हमें जलना, ये भी शरीर छोड़ने तक अगर ज़्यादा ईर्ष्या करने की आदत किसी का होती है तो वो कभी खुश रह नहीं पाएंगे. और वो जिससे ये ईर्ष्या है ना, वो उधर उसके आगे उसके नज़दीक खड़ा भी ना हो पाएंगे, वो देख ना पाएंगे उनको खुश रहना या आगे बढ़ना, उनका कार्य करना, वहाँ से भाग जाएंगे. तो इसलिए ये जो आत्मावन से डिस्टेंस लाने की ये जो दो विकार है, वैसे सब विकार है, लेकिन ये अंदर ही अंदर सारा खराब करती है, आत्मा की सुख शांति को ख़त्म कर देती है जीवन काल में. इसलिए हमें कभी किसी से ईर्ष्या नहीं करना चाहिए. से हर एक आत्मा अपना भाग्य लाया है, हर एक आत्मा अपने पद अनुसार, अपनी तकदीर अनुसार, उनका पुरुषार्थ है, उनका तकदीर है. वो कोई किसी का भाग्य नहीं ले सकता है. गीत तो सुना ना, समय के पहले भाग्य से ज़्यादा कोई को मिल नहीं सकता है. जब ये लॉ है, कर्मों की ये नियम है, तो हम क्यों किसी से रेस करें, ईर्ष्या करें, द्वेष करें, या किसी को धोखा देने की विचार, ना फाइनेंशियली हो, ना किसी को हमारे ऊपर विश्वास होता है, विश्वास का धोखा नहीं देवे, विश्वासघात न करे किसी को. ये सभी जैसे आत्मा को आहट में ला देता है. मना जगदीश भाई एक बार कहा, कोई भी कारण से, हमारे कर्मों के कारण से किसी के दिल से, दुख से आहट न निकले, हाँ इसने इतना मुझे दुख दे दिया,
ये बड़ा गहरा श्राप है जो छोड़ता नहीं है जन्म जन्म तक। इसलिए ऐसे कर्मों से बच के रहना। അതേപോലെ തന്നെയാണ് അസൂയ. അതായത് ആരെങ്കിലും നമ്മളെക്കാളും മുന്നോട്ട് ഉയരുന്നത് കാണുമ്പോൾ, അവർക്ക് നല്ലത് വരുന്നത് കാണുമ്പോൾ, അത് പ്രവൃത്തിയിലാണെങ്കിലും പദവിയിലാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും നമ്മളെക്കാളും അവർ ഉയരുന്നു എന്ന് കാണുമ്പോൾ ഒരു മത്സര ബുദ്ധി വരുമ്പോൾ അവരെ പ്രതി ഉള്ളിൽ അസൂയ വരും. അത് ഇതേപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആണ്. വലിയ കണക്കിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ആ അസൂയ ഉള്ളിലിരുന്ന് അവസാനം വരെയും അതിങ്ങനെ വർദ്ധിച്ച് വരും. അപ്പോൾ ബാബയും പറഞ്ഞു തന്നിട്ടുണ്ട്, അസൂയ എന്ന് പറയുന്നത് ക്രോധത്തിനേക്കാളും ആത്മാവിനെ കത്തിക്കും. അത്രയും ആ അഗ്നിയാണ് അസൂയ. അപ്പോൾ അസൂയ വരുമ്പോൾ കത്തിയുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥ എന്താ? കറുത്തു പോകുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ അസൂയുള്ള ആത്മാവ് ഇങ്ങനെ കറുത്തിരിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സന്തോഷിക്കാനേ പറ്റില്ല. അസൂയുള്ള ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ജഗദീഷ് ഭായിയുടെ എന്താ എക്സാമ്പിൾ പറഞ്ഞു? जगदीश भाई ने कहा किसी को ऐसा दुख ना दो. ജഗദീഷ് ഭായി പറഞ്ഞു, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അവരെ മുന്നോട്ട് ആക്കാൻ നമ്മൾക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മളതിന് എതിർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ചതിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. കാരണം നമുക്ക് അവരോട് അസൂയ വരികയാണ്. അപ്പോൾ അവരെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഒരു ദുഃഖം കൊടുക്കുന്ന രീതിയിൽ അവരോട് എന്തെങ്കിലും ചെയ്തു. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ദുഃഖം താങ്ങാൻ പറ്റാണ്ട് അവർ ഇങ്ങനെ കാണിക്കില്ലേ, സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ. അപ്പം നമ്മൾ കാരണം ഒരിക്കലും ഒരാളുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊണ്ടുവരാനേ പാടില്ല നമ്മൾ. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കണക്കാണ്. അപ്പം അതുകൊണ്ട് ആരോടും നമുക്ക് അസൂയ വേണ്ട, നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. പിന്നെ അതൊരു കാര്യം. പിന്നെ നമ്മൾ കർമ്മത്തിൻ്റെ രഹസ്യം എപ്പോഴും മനസ്സിലാക്കണം. ഓരോ ആത്മാവിനും ഓരോ പാർട്ടാണ്, ഓരോ ഭാഗ്യമാണ്. അവരുടെ പുരുഷാർത്ഥം അനുസരിച്ചിട്ടുള്ള ഭാഗ്യം അവർക്ക് കിട്ടും. ഇപ്പം നമ്മളൊരു പാട്ടിൽ കേട്ടിട്ടുണ്ട്, സമയസേ പെഹലെ, സമയത്തിന് മുമ്പോ ഭാഗ്യസേ ജ്യാദ, ഭാഗ്യത്തിലധികമോ ആർക്കും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ തന്നെ കിട്ടുള്ളൂ. എത്ര ഭാഗ്യമാണോ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ആ ഭാഗ്യം തന്നെ എനിക്ക് കിട്ടുള്ളൂ, ആ ഭാഗ്യം എനിക്ക് കിട്ടുകയും ചെയ്യും. അതാർക്കും അതിൻ്റെ ഇടയിൽ വരാനും സാധിക്കില്ല. പിന്നെ എന്തിനാണ് നമുക്ക് ഒരാളുടെ അടുത്ത് മത്സര ബുദ്ധിയും അസൂയയും? ഇപ്പം നമുക്കുള്ളിൽ തോന്നും, ഓ അവർ വലിയ ആള്, ഞാനാണ് അവരെക്കാളും വലുത്. അങ്ങനത്തെയൊക്കെ ഫീലിംഗ് എന്തിനാണ്? ഓരോരുത്തർക്കും ഓരോ പദവി, ഓരോ പാർട്ടാണ്. അവരുടെ ഭാഗ്യം വേറെ, എൻ്റെ ഭാഗ്യം വേറെ. അപ്പം ഇത് നമ്മൾ ഈ കർമ്മത്തിൻ്റെ ലോ, സമയസേ പെഹലെ ഭാഗ്യസേ ജ്യാദ ഉണ്ടാവില്ല. സമയത്തിന് മുമ്പോ ഭാഗ്യത്തിന് അധികമോ ഉണ്ടാവില്ല. സമയമാവുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. എത്ര ഭാഗ്യമാണോ ആ ഭാഗ്യം നമുക്ക് കിട്ടും. മറ്റുള്ളവരുടെ ഭാഗ്യം കണ്ടിട്ട് നമ്മൾ എന്തിന് അസൂയപ്പെടണം? അത് നമ്മളെ വളരെയധികം കഷ്ടത്തിലാക്കുള്ളൂ. क्रोध रेड माना क्रोध से आंखें लाल हो जाता है ना, फेस भी लाल होता, लेकिन ईर्ष्या काला कर देता है. ദേഷ്യം ഇങ്ങനെ മുഖം ചുമപ്പിക്കുകയല്ലേ ചെയ്യുക, പക്ഷെ അസൂയ ഉള്ള ഒരാളുടെ മുഖം കറുത്തിരിക്കും. എന്താ പറയുക, ഒരു ഐശ്വര്യമില്ലാതെ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു മൂടൽ വന്ന പോലെ ഉണ്ടാവും മുഖം. माना कोई भी प्रकार की वृत्ति या चित्त तक, छोटा विकार हो या बड़ा विकार हो, ये सारा अमर्यादित चलन है, मर्यादाओं के अनुकूल नहीं है. सपोज ये सारा छोड़ो, सिर्फ आलस्य और अलबेलापन में भी हम जब चाहिए उठेंगे, जैसे चाहिए खाएंगे, जैसे चाहिए चलेंगे, जो चाहिए करेंगे, ये मर्यादित ईश्वरीय मर्यादाओं के अनुकूल चलन नहीं है. भले वो किसी को दुख ना देता हो, कुछ ना करता हो, लेकिन ऐसे चलना भी बेकायदे चलन है. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് നമ്മുടെ. അത് നമ്മളിൽ നിന്നും പാടില്ല. അതേപോലെ തന്നെ നിയമത്തിന് വിരുദ്ധമായിട്ട് അത് ആർക്കും ദോഷമൊന്നും ഉണ്ടാക്കില്ല. അതായത് ആലസ്യം, അശ്രദ്ധ, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക,
അതൊരു തരം അശ്രദ്ധീയ ആലസ്യമാണല്ലോ. അതും ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് വിരുദ്ധമാണ്. അപ്പം അതും ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതും ഒരു കടുത്ത വികാരമാണ്. അതും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മര്യാദയ്ക്ക് വിരുദ്ധമാണത്. सो मर्यादाएं क्या है? ईश्वरीय मर्यादाएं यहाँ की, वो सतयुग में दैवी मर्यादाएं, और वो स्वाभाविक तरीके से हमारे जीवन में, हमारी चाल चलन में, वृत्ति दृष्टि में दिखाई देगा. पहली बात, मर्यादाओं में पवित्रता के बाद, पवित्रता बेस है, फाउंडेशन है सारी मर्यादाओं की, लेकिन उसके बाद हर एक के प्रति एक सदैव हमारे भावनाओं में, हमारे दृष्टि में सदैव उदारता हो, हम जनरस हो, सबके प्रति हर एक आगे बढ़े, सदैव वो उन्नति को पाए, सदैव वो किसी न किसी रूप से बड़ा बने. हमारे जो निस्वार्थ भावना की एक निरंतर जनरस इतना हो, ऐसे आत्माओं को आगे बढ़ाने में हमारी जितनी सहयोग मिलना है, देना हो, चाहे शक्तियों का सहयोग हो, चाहे गुणों का सहयोग हो, या कोई स्थूल सैल्वेशन में जो आत्माएं पात्र है उसको देने की क्षमता, वो जनरस फीलिंग्स, जो उदारता है, तो वो होना चाहिए. जैसे बाप है, बाबा हमारे प्रति कितना उदारता रखता है, हमारा कोई कमी कुछ भी नहीं देखता. हम सिर्फ बोलते हैं तो बाबा हमें वो सहयोग दे करके हमारे से करा देता है, ताकि मेरे बच्चे का भाग्य बने. छोटी मोटी बात के कारण मेरा बच्चा कोई भी भाग्य से वंचित ना रह जाए. ऐसे हमारे प्रति, हमारे अंदर दूरांदेश बुद्धि इतना विशाल होना चाहिए. हर एक आत्मा, कोई भी बच्चा बाबा के कोई भी प्राप्ति से वंचित ना रहे. हम ऐसे सहयोगी रहे, हम ऐसे चले, हमारा वाचा हो, हमारी संकल्प हो, हमारी भावनाएं हो, हमारी उनके प्रति व्यवहार हो, ऐसे हो जो उनको हम आगे बढ़ाते जाए. ये एक सदैव सब आत्माओं के प्रति हमारा ये भावना, ये मर्यादा अगर है, तो हम कभी भी अंदर शक्तियों से या गुणों से खाली नहीं रह सकते. മര്യാദയുടെ ആധാരം എന്ന് പറയുന്നത് പവിത്രതയാണ്. അതെന്താണെങ്കിലും വേണം. ഈശ്വരീയ മര്യാദയുടെ ആധാരം പവിത്രതയാണ്. അതേപോലെ തന്നെ എന്താണെങ്കിലും നമ്മൾ സത്യയുഗത്തിലേക്ക് പോകേണ്ടവരാണ്. മര്യാദാപൂർവം, മര്യാദാ പുരുഷോത്തമന്മാരാണല്ലോ. ആ മര്യാദകളെ നമ്മൾ ഇപ്പം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിലെ അടുത്ത മര്യാദ എന്ന് പറയുന്നത് ബ്രാഹ്മണ കുട്ടികളായ നമുക്ക് വേണ്ട മര്യാദ ഏതാണോ ബാബ നമ്മുടെ മേൽ കാണിച്ചത്. അതായത് എല്ലാവരെയും പ്രതി എല്ലാവരും ഉയരണം, എല്ലാവരും മുന്നോട്ട് വരണം, എല്ലാവർക്കും നല്ലതുണ്ടാകണം, എല്ലാവർക്കും ബാബയിൽ നിന്ന് പ്രാപ്തി കിട്ടണം, സമ്പത്ത് കിട്ടണം, എല്ലാവർക്കും സുഖം കിട്ടണം, എല്ലാവർക്കും ശാന്തി കിട്ടണം. അങ്ങനെ എല്ലാവർക്കും കിട്ടണം എന്നുള്ള, എല്ലാവർക്കും എന്നാലാകുന്നത് എന്നിൽ നിന്ന് സഹായം അവർക്ക് കൊടുക്കണം. എന്നിൽ നിന്ന് എത്ര എനിക്ക് കൊടുക്കാൻ പറ്റുമോ ഞാൻ അവർക്ക് കൊടുക്കും, അവരെ ഉയർത്തും. അതാണ് ഉദാര ചിത്തർ എന്ന് പറയുന്നത്. ഉദാര ചിത്തർ അങ്ങനെ കൊടുക്കണം. ദാനശീലത അല്ലെങ്കിൽ ഉദാരചിത്തർ എന്ന് പറയുന്നത് എങ്ങനെയാണോ ബാബ നമ്മുടെ മേൽ, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം മോശമായതുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ബാബ നമ്മുടെ മേൽ വെച്ച ഭാവന, നമുക്ക് തന്ന സഹയോഗം ഇതാണ്. എൻ്റെ ഒരു കുട്ടി പോലും എൻ്റെ സമ്പത്ത് കിട്ടാതെ വഞ്ചിക്കപ്പെടരുത്, ഇവരും ഉയരണം, ഇവരും എൻ്റെ സമ്പത്തിന് യോഗ്യരാകണം. ആ എത്ര വിശാല ഭാവനയാണ്, ദൂരാദേശി ദൃഷ്ടിയായിരുന്നു ബാബയ്ക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു മര്യാദയാണ്, പ്രത്യേകിച്ച് നമ്മൾ പരസ്പരം ബ്രാഹ്മണ ആത്മാക്കളുടെ ഇടയിൽ കാണിക്കേണ്ട ഒരു മര്യാദയാണ് ആരെയും ഉയർത്താൻ വേണ്ടിയുള്ള ഭാവന. അത്രയും വിശാലമായിരിക്കണം നമ്മുടെ ഉള്ളിൽ, അത്രയും ഉദാരത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. और हर एक संबंध में आते हुए हर एक आत्मा
ये सब परफेक्ट नहीं है। कोई क्या करता, कोई क्या करता, कोई अच्छा चलता, कोई नहीं चलता, कोई ज्ञान को समझता, कोई नहीं समझता। आप कितना भी बोलो 10 बार, वो समझेंगे नहीं। तभी हमें हमारी संबंध की मर्यादा सदैव क्षमाशील रहे, उनके अवगुणों को न मन में न चित्त में रखे, बुद्धि कर्मानुसारिणी। ऐसे बच्चों के प्रति भी उदारता के साथ क्षमा भाव, दया भाव रखे और उसके प्रति वो जो कमी कमज़ोरी समझने के बाद उसको मुक्त करने के लिए हमारी विशेष शुभ भावना और शक्तियों का सहयोग हमें देना भी मर्यादा है। അതുപോലെ നേരത്തെ ദീദി പറഞ്ഞൊരു പോയിന്റ് വിട്ടുവരുന്നു. അതായത് നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ ഉയർത്തണം, അവർക്ക് സുഖവും ശാന്തി ശക്തിയും നമ്മളിൽ നിന്ന് കൊടുക്കണം, സഹയോഗം കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ശക്തിയും ഗുണങ്ങളും ആയിരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, എല്ലാ ബാബയുടെ കുട്ടികളും ഒരേ പാർട്ടിധാരികളല്ല, ഒരുപോലെ ഉള്ളവരല്ല, ഒരേ യോഗ്യത ഉള്ളവരല്ല. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ തന്നെ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അവരവരുടേതായിട്ടുള്ള കുറവുകളും തെറ്റുകളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കണ പോലെ തന്നെ അവർക്ക് അത്രയും ആ ഒരു പെർഫെക്ഷനിലേക്കൊന്നും എത്താൻ പറ്റുണ്ടാവില്ല. അപ്പം നമ്മൾ എപ്പോഴും ധാരണ ചെയ്യേണ്ടത്, ഒന്ന് നമ്മൾ അവരുയരണം എന്നുള്ള ആ ഉദാര മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം അവരുടെ അടുത്ത്. ആ ഉദാരതയോടൊപ്പം തന്നെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സും കൂടി നമ്മൾ കാണിക്കണം. ക്ഷമിക്കണം, അവരുടെ മേലെ ദയ കാണിക്കണം. മാത്രമല്ല അവർക്ക് ആ തെറ്റിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ അവരുടെ ആ ബലഹീനതകളിൽ നിന്ന് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ശക്തി കൊടുക്കണം. അവർക്ക് ശക്തിയുടെ സഹയോഗം അവർക്ക് കൊടുക്കണം, സന്തോഷത്തിൻ്റെ, അങ്ങനെ എന്തെല്ലാം എനിക്ക് കൊടുക്കാൻ സാധിക്കുമോ അത് ഞാൻ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം. അപ്പം അതും കൂടി നമ്മുടെ മര്യാദയാണ്. उसके साथ साथ संबंधों की तीसरी मर्यादा, हम सदैव हर आत्मा के प्रति एक निस्वार्थ प्यार, ऐसा निस्वार्थ प्यार हो, आत्मिक प्यार हो, पवित्र प्यार हो, जो सबके प्रति हमारे प्यार जहाँ है वहाँ किसी की कमी कमज़ोरी अवगुण दिखता नहीं है। वो एक माँ जैसे अपने बच्चों को देखती है, बच्चों की कोई भी बात वो कहेंगे आज नहीं तो कल ये ठीक हो जाएंगे। वो ना चित्त में रखेंगे, ना सभी को पब्लिसिटी करेंगे, मेरा बच्चा ऐसा है, ऐसा करता वैसा करता। बोलता है क्या? पेपर तो डालता नहीं है पेपर में। ऐसे हम भी निस्वार्थ प्यार, जिस प्यार में उनके प्रति सदा शुभ भाव हो, वो सदैव आगे बढ़े, एक दुआएं दे, ऐसे निस्वार्थ प्यार उससे कुछ भी हम एक्सपेक्टेशन रख करके, स्वार्थ रख करके हम उसके प्रति ना प्यार दिखाए ना सैल्वेशन दे। तो ये बहुत गहरी बात है, वृत्ति की बात है हमारे संबंध में। सदैव निस्वार्थ प्यार की भावना, और उस समान भावना मना वृत्ति अनुसार दृष्टि होती है, दृष्टि अनुसार हमारा बोल चाल व्यवहार और हमारा हाव भाव ये सब में दिखता है। और वो निस्वार्थ प्यार, पवित्र प्यार मना सबके प्रति एक जैसा प्यार होता, पर्सनलाइज प्यार किसी के प्रति नहीं, या एक को एक जैसा देखा दूसरे को, ये प्यार नहीं है। प्यार भगवान है ना, दादियों को भी उतना ही प्यार करता। कोई भी आत्मा हो, कितना भी लास्ट मणि हो, उसका प्यार उतना ही है। बाकी लेने वाला उसकी कैपेसिटी अनुसार ज़्यादा लेता, कोई कम लेता, लेकिन देने वाले का एक ही होता है। तो ऐसे हमारा जो निस्वार्थ पवित्र प्यार, जहाँ अनकंडीशनड है, जो कोई भी कंडीशंस नहीं उसी प्यार में, ये मेरा कहना माना नहीं है, वो कुछ सुनता नहीं है, कुछ करता नहीं, इसलिए इसको ऐसा करो,
ये नहीं, ये प्यार नहीं है। प्यार प्यार कोई भी प्रकार का प्यार नहीं है। तो इसलिए हमारी व्यक्तित्व में मुझे मर्यादा पुरुषोत्तम बनना है, ईश्वरीय मर्यादाओं पर चलना है। तो हर मर्यादा, मर्यादा माना हमारा देखना, बोलना, चलना, बैठना, सोना और हर व्यवहार संबंधों में आना, ये सारी बातें मर्यादाओं की बात आती है। तो हर एक बात में ये सारी मर्यादाएं ठीक होना चाहिए। जैसे हम चलते हैं ना, बाबा की देखो मर्यादा है कितना गहरा है। कोई तप 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 करके चलता है तो बाबा कहता है अरे बच्चा, धरती को दुख ना दो। मर्यादा देखो ना कितना बड़ा है। माना हम सुखदाई है तो हमारा चलन चाल भी ऐसे हो। हाँ, तो ये पावरफुल मर्यादा है जो आपका प्यार, बाबा कहते किसी को उठा देवे, किसी का भला कर देवे, वो है सच्चा प्यार। അടുത്തത് നമ്മളുടെ ഉള്ളിൽ വരേണ്ട മര്യാദ ഈശ്വരീയ മര്യാദയാണ്. നിസ്വാർത്ഥ സ്നേഹം, പവിത്ര സ്നേഹം അഥവാ ആത്മീയ സ്നേഹം. ഒരു അമ്മയ്ക്ക് തൻ്റെ മക്കളോടുണ്ടാകുന്ന ആ ഒരു സ്നേഹം എല്ലാവരുടെ അടുത്തും ഒരേപോലെ. മാത്രമല്ല, അമ്മയ്ക്ക് ഒരിക്കലും കുട്ടികൾ അഥവാ തെറ്റ് ചെയ്താൽ പോലും അവരുടെ അടുത്ത് വെറുപ്പുണ്ടാകില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10 പേരുടെ അടുത്ത് പറയില്ല. പകരം ആ തെറ്റിൽ നിന്ന് അവരെ മുക്തമാക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന ഭാവനയേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള നിസ്വാർത്ഥ സ്നേഹം, സത്യമായ സ്നേഹം. എന്തെങ്കിലും അവരിൽ നിന്ന് എനിക്ക് ലാഭമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് സ്നേഹിക്കുകയല്ല. ഒരു അമ്മ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മളും ആരെങ്കിലും ഇപ്പം നമ്മൾ പറയണതൊന്നും അനുസരിക്കുന്നില്ല, നമ്മൾ പറയുന്നത് പോലെയൊന്നും അല്ല അവർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് തള്ളിക്കളയല്ല വേണ്ടത്. അതിനേക്കാളും അവരെ ഉയർത്താൻ വേണ്ടി ഞാൻ അവർക്ക് സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം എൻ്റെ സ്നേഹം സത്യമാകുന്നത് അപ്പോഴാണ് വീണ് കിടക്കുന്നവരെ ഉയർത്താൻ എനിക്ക് സാധിക്കുക. എൻ്റെ സ്നേഹം കൊണ്ട് എനിക്ക് അവരെ ഉയർത്താൻ സാധിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതും എല്ലാവരോടും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേപോലെ ആയിരിക്കണം, ബാബ നമുക്ക് നൽകുന്നത് പോലെ. പിന്നെ എടുക്കുന്നവർ അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചേ എടുക്കുകയുള്ളൂ. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ സ്നേഹം എല്ലാവരും ഒരേപോലെ തന്നെ വാല്യൂ ചെയ്യണമെന്നൊന്നുമില്ല, അത് അവരുടെ കപ്പാസിറ്റി. പക്ഷെ കൊടുക്കുന്ന ഞാൻ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം, കണ്ടീഷൻ ഇല്ലാതെ, എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ. ഇന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹം തരാം, അങ്ങനത്തെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ എല്ലാവർക്കും തുറന്ന ഹൃദയത്തോടു കൂടിയിട്ട്, വിശാല ഹൃദയത്തോടു കൂടിയിട്ട് അങ്ങനെ സ്നേഹം കൊടുക്കുക. അതാണ് സത്യമായ സ്നേഹം. ഒരാളോട് ഒരു പ്രത്യേകത ഇല്ലാതെ, ഇവരോട് എനിക്ക് പ്രത്യേക സ്നേഹം, അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് കുറവാണെന്നല്ല, അങ്ങനെ ഇല്ലാതെ എല്ലാവരോടും ഒരേപോലത്തെ സ്നേഹം, എല്ലാവരെയും ഉയർത്തണം എന്നുള്ള ഭാവനയോടുള്ള സ്നേഹം, അതായിരിക്കണം നമ്മൾ ബാബയുടെ കുട്ടികളുടെ ഉള്ളിലുള്ള മര്യാദ. അപ്പോൾ ആ മര്യാദ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ, മനോവൃത്തിയിൽ, ദൃഷ്ടിയിൽ, അതുപോലെ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, ചലനത്തിൽ, ഇരിക്കുന്നതിൽ, എഴുന്നേൽക്കുന്നതിൽ, നടക്കുന്നതിൽ എല്ലാം കാണുന്നതാണ്, പുറത്തേക്ക് കാണപ്പെടുന്നതാണ് ഈ മര്യാദകൾ. ഇപ്പം ഇതുപോലെ ബ്രഹ്മാബാബ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ ടക്ക് ടക്ക് ടക്കെന്ന് ശബ്ദം ഉണ്ടാക്കി നടക്കരുത്, ഭൂമിയെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. പറഞ്ഞാൽ നമ്മൾ സുഖദായി ആയിട്ടുള്ള ആത്മാക്കളാണ്, എല്ലാവർക്കും സുഖം കൊടുക്കേണ്ടവരാണ്. അപ്പം നമ്മളിങ്ങനെ ഭൂമിനെ പേടിപ്പിക്കുന്നത് പോലെ നടക്കാൻ പാടില്ല. അപ്പം ഇതെല്ലാം ഒരു മര്യാദയാണ്. നമ്മളെപ്പോഴും അപ്പോൾ ഉള്ളിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവർക്കും സുഖം, ശാന്തി, സന്തോഷമൊക്കെ കൊടുക്കേണ്ടവരാണ്, ശക്തിയെല്ലാം കൊടുക്കേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് നിസ്വാർത്ഥമായിട്ട്, പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. दूसरा मर्यादा है सदैव हर आत्मा के प्रति रेस्पेक्ट, सम्मान की भाव. मुरली में बाबा सदैव सम्मान की भाव, हर एक आत्मा कोई क्या भी हो, कैसे भी हो, आपका रेस्पेक्ट किसी से कम ना हो.
फिर सम्मान में स्वमान की भाव, उस आत्मा को आत्मा भाई भाई ऐसा नहीं, लेकिन उस रेस्पेक्ट में वो जो है, जैसा है, जिसका है। बाबा का बच्चा वो मास्टर सर्वशक्तिवान है, वो बाबा का बच्चा बाबा का सिलेक्शन है, तो उसके प्रति मेरा ऊंची दृष्टि, इतना समान की दृष्टि, वो हर एक लास्ट वाला भी है, इतने करोड़ों में वो विशेष है, वो स्पेशल है। तो उस दृष्टि से हम नीचे ना आए, उस भाव से हम नीचे ना आए, ये है बहुत बड़ी मर्यादा, जिसमें रेस्पेक्ट में अगर हम किसी के अवगुण देखते हैं, अवगुण देख करके हम क्या करते हैं, आपको पता है, आपका क्लोज फ्रेंड को बोलेंगे वो है ना, वो ऐसा किया, तो वो उसको उसकी बुद्धि में उसकी वीकनेस कमी डाला, माना क्या, उसके दिल से उस आत्मा को गिरा दिया, उसका रेस्पेक्ट और प्यार को आपने गिरा दिया, ये पाप है। सिर्फ अमर्यादित चलन नहीं, ये पाप है। तो इसलिए हम स्वमान और सम्मान की दृष्टि माना, वो जो है, जैसा है, उसका अनादि आदि स्वरूप की जो विशेषता है, हमें उसी में देखते जाना है। तभी बाबा ने सैटरडे कहा, बच्चे सदैव मुझे देखो, यहाँ नहीं। आत्मा भाई भाई को देखो, लेकिन साथ साथ मुझे देखते रहो। तो अपनी बुद्धि का नेत्र सदैव बाबा अगर हमारे अंदर है, तो बाबा के प्रति प्यार है मेरा, माना बाबा के प्रति एक्सट्रीम रिगार्ड, प्यार माना जहाँ रिगार्ड है। अगर आत्माओं के प्रति भी मेरा निस्वार्थ प्यार है, उसके प्रति मेरा रिगार्ड है, सम्मान की भाव है, उसको स्वमान की भाव, उस स्वमान से ही सब कुछ करना है। सी मुरलियों में हम सभी सुनते हैं ना, बच्चे अभी शिक्षाएं देने का टाइम चला गया, उसके बदले शुभ भावना रखो, अभी बोलने की दरकार नहीं है। बोलने से शिक्षाएं सुनने की ताकत आत्माओं में अभी खत्म है। तो सम्मानित चलन है, सम्मानित दृष्टि है, समान दे कर के करते हो, माना उसके अंदर कितनी भी कमी कमजोरी हो ना, आपका स्वमान की दृष्टि, ये ऊंची आत्मा है, वो उसको उठा देगा। आपका जो रेस्पेक्ट है उस आत्मा के प्रति, सम्मानित दृष्टि, वो उसको दिल से, चित्त और वृत्ति से आपको वो भाव है, वो दृष्टि है। दृष्टि सृष्टि बदल लेती है। किसी भी आत्मा की कर्म की सृष्टि, बोल और संकल्प की सृष्टि को हम बदल सकते। इसलिए हमें इन मर्यादाओं को बहुत गहराई से समझना है, नहीं तो क्या होती है, बाबा इतना बार बच्चे परचिंतन छोड़ो, बच्चे प्रदर्शन छोड़ो, बच्चे परमत छोड़ो, ये बोलने की दरकार क्या है? क्योंकि हम समझते नहीं हैं इसमें नुकसान, हम दूसरों का, खुद का कितना नुकसान कर रहे हैं। कभी किसी का बहुत प्रति बोलते हैं, करते हैं, उस वर्णन में, उस चिंतन में ज़्यादा जाते हैं, तो उसका सारा कमी कमज़ोरी आप में आ जाती है। बिकॉज एज यू थिंक सो यू बिकम। और उसको भी, दूसरे को भी ऐसे ही बना देते, फिर वायुमंडल को खराब कर देते। वायुमंडल कमज़ोर है किसी भी आत्मा के प्रति, तो वो वायुमंडल में जो वाइब्रेशन से, आप वाइब्रेशंस कैसे बनते हैं वायुमंडल में? वार्ता से वायुमंडल, वृत्ति से वायुमंडल। तो वृत्ति भावना उसके प्रति वही रखा, वार्ता जो बोल है वही किया, तो वो जो वायुमंडल है उसको पूरा ही गिरा देगा। तो इसलिए हम ऐसे काम ना करें कभी भी, नेवर। आप अपने बच्चों के लिए भी यही सोचो, भले ज्ञान में नहीं है, ये भगवान का बच्चा है, मुझे सिर्फ पालना के लिए यहाँ रखा है, बाबा उसकी अमानत है।
मैं ऐसे वैसे इसको देख नहीं सकेंगे, मेरा कोई अधिकार नहीं है इनमें, इसके ऊपर। ये भाव हम सदैव हर एक के प्रति रखें, नहीं तो मर्यादाएं जब टूटती है, मर्यादाएं पुरुषोत्तम जो टाइटल है ना वो ख़त्म होती है। एक भी तोड़ा मर्यादा तो मर्यादा पुरुषोत्तम ये नाम नहीं आएगा, क्योंकि कुछ कुछ मर्यादाएं कटा हुआ है। इसीलिए मर्यादाओं का ज्ञान बहुत बहुत अटेंशन चाहिए, क्योंकि सतयुग मर्यादाओं की दुनिया है, लॉ एंड ऑर्डर वर्ल्ड है। ये हमें संबंधों के प्रति ये जो लॉ है, ये कायदा है, ये मर्यादा है, नियम, ये कायदा है। ऐसे ही भगवान नहीं बोलता। क्यों ये कायदा है? क्योंकि अगर इन मर्यादाओं को छोड़ के हम संबंधों में आएंगे, हम संबंधों के बंधनों में आते आते दुखी हो जाएंगे, एक दो को गिराते ही रहेंगे। इसलिए ये बहुत खड़ी बात है, संबंधों में हम कहीं भी फंसे नहीं, इसलिए इतनी खबरदारी हमारे अंदर रखना है। നമ്മുടെ ഈ മര്യാദകളെല്ലാം പാലിക്കേണ്ടത് നമ്മുടെ സംബന്ധങ്ങളിലാണ്. കാരണം ഈ മര്യാദകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും മര്യാദ പുരുഷോത്തമനാകാൻ സാധിക്കില്ല. മാത്രമല്ല അത് ബന്ധനം, കർമ്മത്തിൻ്റെ ബന്ധനങ്ങളാണ് പരസ്പരം വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ മര്യാദ എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ബഹുമാനമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബ്രാഹ്മണ പരിവാരത്തിലെ ഓരോ ആത്മാവിനോടും നമുക്ക് അങ്ങനെയുള്ള ദൃഷ്ടിയായിരിക്കണം അവരുടെ അടുത്ത്. റെസ്പെക്റ്റ് നിറഞ്ഞ, ബഹുമാനം നിറഞ്ഞ ദൃഷ്ടിയായിരിക്കണം. ഇത് ഭഗവാൻ സെലക്ട് ചെയ്ത കുട്ടിയാണ്. സ്വമാനത്തിൻ്റെ ദൃഷ്ടിയിൽ അവരെ നോക്കണം. ഈ ആത്മാവ് മാസ്റ്റർ സർവശക്തിവാനാണ്, കോടിയിൽ നിന്നും ഭഗവാൻ തിരഞ്ഞെടുത്ത ആത്മാവാണ്. അപ്പോൾ ആ സ്വമാനത്തിൽ ഞാൻ ആ ആത്മാവിനെ നോക്കണം. അവരുടെ ഉള്ളിൽ എന്ത് കുറവുകൾ ഉണ്ടായിക്കോട്ടെ, എന്ത് തെറ്റുകൾ ചെയ്തവരായിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മളെപ്പോഴും ആ ആത്മാവിനെ സ്വമാനത്തിൻ്റെ ദൃഷ്ടിയിലാണ് കാണേണ്ടത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യും. അതിനെയാണ് ബാബ പരദൂഷണം, പരചിന്തനം, പരദർശനം. ഇപ്പോഴും ബാബയ്ക്ക് അത് ചെയ്യല്ലേ 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 എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കേണ്ടി വരികയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മളെല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ല, അവരെ ഉയർത്തുകയല്ല ചെയ്യുന്നത്, അവരെ നമ്മൾ താഴ്ത്തുകയാണ് ചെയ്യുന്നത്, അന്തരീക്ഷം മോശമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ മറ്റുള്ളവരുടെ തെറ്റുകളെ വ്യാപിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ അതിൻ്റെ പ്രഭാവം വരികയാണ്. അപ്പോൾ അത് എത്ര വലിയൊരു പാപമായിട്ട് മാറുകയാണ്, തെറ്റായിട്ട് മാറുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം, ബഹുമാനത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കണം. നമ്മുടെ ആ ഒരു ദൃഷ്ടി മതി, നമ്മളുടെ ആ ഉള്ളിലത്തെ ആ ഭാവന മതി, നമ്മുടെ സ്വമാനത്തിൻ്റെ ദൃഷ്ടി മതി, അവർക്ക് ഉയരാൻ സാധിക്കും. അതാണ് നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. പറയാറുണ്ട് ദൃഷ്ടി സേ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൃഷ്ടിയുടെ ശക്തി കൊണ്ട് എനിക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുകയാണ്. നേരെ മറിച്ച് ഞാൻ അവരുടെ കുറ്റങ്ങളും കുറവുകളും അവരെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ താഴ്ത്തി 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 പറയുകയാണെങ്കിൽ ഒരിക്കലും അവർ ഉയരുന്നില്ല. അപ്പോൾ അത് ഞാനും ആത്മാവും തമ്മിലുള്ള കണക്കാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ബന്ധനത്തിലാണ് വരുന്നത്. നേരെ മറിച്ച് ഞാൻ അവരെ ബഹുമാനത്തിൻ്റെ ദൃഷ്ടിയിൽ, സ്നേഹത്തിൻ്റെ ദൃഷ്ടിയിൽ, ഉയർത്തുന്ന ദൃഷ്ടിയിലാണ് ഞാൻ, സുമാനത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എൻ്റെ ആ ദൃഷ്ടിയിലൂടെ അവർക്ക് ഉയരാൻ സാധിക്കും. അവരുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മുക്തമായിട്ട് വരാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ? പറഞ്ഞല്ലോ വന്നു. सब बोल दिया है ना. संबंधों में दूसरी बात है, जहाँ निस्वार्थ प्यार है, जहाँ रेस्पेक्ट है,
सम्मान की और स्वमान की भाव है, वहाँ नेचुरली और एक भाव और एक बहुत बड़ी मर्यादा, संबंधों में आते सदैव दातापन की भावना, माना देने की भावना। कोई किसी से कोई एक्सपेक्टेशन नहीं, मुझे प्यार देना है, शक्ति देना है, शांति देना है, जो जिसको चाहिए, जो सैल्वेशन चाहिए वो मुझे देना है। वो मुझे देता है या नहीं देता है वो नहीं, वो गिनती मुझे नहीं करनी है, लेकिन मुझे ही देना है। कोई करे ना करे मुझे करना है, क्योंकि वो मेरा बाप है, मेरा बाप की कार्य है और मुझे ही करना है, ये जिम्मेवारी है। तो इसलिए जो दातापन में भी एक निस्वार्थ दातापन, कोई किसी भी बात के लिए आपने कुछ दिया, सहयोग दिया, उसके रिटर्न कभी संकल्प स्वप्न में भी एक्सपेक्टेशन न करना। ऐसे नहीं मैंने इसको इतना दिया, इसने क्या किया मेरे लिए। कोई समझो वो भूल करके आपके लिए ग्लानि भी करता, बंधन भी बनता, आप ये नहीं सोच सकते हो हमने इसको इतना किया और क्या दिया, ये नहीं। ये भी एक आत्मा को फिर से हमको बांध लेता है। ऐसी भावनाएं नहीं रखना है। सिर्फ दातापन के भाव में आप बाबा से अपने को कंपेयर करना है। भगवान मुझे सब कुछ देता, सागर जितना देता, वो भगवान है, फिर भी हमारे से कोई इच्छा नहीं रखता, एक्सपेक्टेशन नहीं रखता। मैंने इनको इतना दे रहा हूँ, ये मेरे अनुसार चले, मेरा सारा ये करे वो करे, कभी नहीं एक्सपेक्ट करता। करो ना करो, कुछ भी चलो, वो कहता है बच्चे मेरा काम है बोलना, आपका काम जो आप चाहे करेंगे तो पाएंगे, नहीं तो कुछ भी नहीं। वहाँ कर्मों का ला बता देता और खुद उसमें फंसता नहीं है। मैंने दे दिया, नहीं, उनको है ही नहीं ना। उनका बाबा का एक नेचुरल स्वभाव, नेचुरली भगवान दाता वरदाता है। जो आप चाहो वो देने का ही उसका कर्तव्य है। तो ऐसे हमारे अंदर इतना उदारता हो, इतना जनरस हो, हमारे अंदर इतनी भरपूरता हो, हम सिर्फ सदैव संबंधों में देखते जाए। जिसके प्रति भी आपकी दृष्टि देवे जावे ना, वो देने बगैर आपको रहना नहीं है। अगर बाबा को फॉलो करना है तो हर एक के लिए दुआ करो, बाबा ये खुश रहे, ये आगे बढ़े, ये शक्तिशाली रहे। आपकी दृष्टि खाली ना जाए कोई भी सेकंड, चाहे बोल हो, चाहे दृष्टि हो, चाहे आपके अंदर कोई भाव हो, देते ही जाना है। संगम, हम जिंदा है सिर्फ देने लिए, सिर्फ करने लिए, बाकी के लिए नहीं रहे हम। हमको किसी से कुछ चाहिए नहीं, हमारा बाप सागर है, शान शाह की उंडी है उसकी, वो हम भरपूर हैं। इसलिए एक्सपेक्ट करना भी मर्यादित चलन नहीं, मर्यादित व्यक्ति की रूपरेखा नहीं। इसलिए देते ही जाना ये आपकी बड़प्पन है। आपके लिए ये मर्यादा बहुत रेस्पेक्टेबल बना देती है। इसलिए इसमें ये दाता भाव में जो निरंतर की उदारता हो वो कभी नहीं। क्यों से भक्ति काल में भी भगवान एक मांगता है तो वो 1000 देता है, एक का एक नहीं देता, 10 नहीं देता। जब जहाँ ज्ञान नहीं है आत्माओं को, भक्तों को, लेकिन हम बच्चे हैं ना, हमें वो कितना देता होगा आप तो सोचिए। उसका कोई गिनती है? एक का पदम देता है, तो पदम माना लास्ट वर्ड है, उसका कोई गिनती नहीं है। तो इसलिए हमें अपने को बाबा जो कहता है मर्यादा है, ये मर्यादा है संबंधों में से। संबंध बहुत बड़ी बात है। संपूर्ण मुक्ति यहाँ जो मुक्त स्थिति बना के ब्राह्मण जीवन में जीवन मुक्त रहना, उस जीवन मुक्ति के लिए ये फंडामेंटल मुक्त होना, अपन को मुक्त करना, ये बहुत ज़रूरी बात है, इम्पॉर्टेंट बात है अपन को निकालना।
तब हम जीवन मुक्त यहाँ रह सकते हैं। तो इसके लिए हमें ये मर्यादा है जो है, बाबा कहता है तुम बच्चों का कर्तव्य है ब्राह्मण माना ही मर्यादाओं पर चलने वाले। ब्राह्मण बिगर मर्यादाओं के है ही नहीं, ब्राह्मण की परिभाषा ही नहीं, वो ब्राह्मण ही नहीं है। तो इसलिए ये मुरली में है बातें, इसलिए हमें अच्छी तरह से ब्राह्मण जीवन की मर्यादाएं समझ के बोलना है, समझ के चलना है, बेसमझ हो के इनोसेंट हो के नहीं। सही अनटाइमली कोई टाइम बातें नहीं करनी है, हम बात बता देते हैं, बोल देते हैं बीच में, ये मर्यादा नहीं है, कॉमन सेंस भी नहीं है। तो इसलिए जहाँ जो परिस्थिति, जहाँ जो व्यक्ति, उस अनुसार अपन को उस रीति से रखना, ये मर्यादा है, आपका वो रिस्पेक्ट है। इससे अपन को नीचे नहीं लाना है। इसलिए मर्यादाओं का बंधन सर्वश्रेष्ठ, सर्व बंधनों से मुक्त करने का ये प्यार भरा बंधन है। तो इसलिए इसको कभी नहीं छोड़ना चाहिए। क्यों नहीं छोड़ना चाहिए सर, ये बता दीजिए। അതായത് നമ്മളുടെ ഈ ഈശ്വരീയ ജീവിതത്തിൽ നമ്മൾ ഈ ഈശ്വരീയ മര്യാദകൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടവരാണ്. ഈ സ്നേഹം നിറഞ്ഞ സുഖകരമായിട്ടുള്ള ഈശ്വരീയ മര്യാദകളുടെ ബന്ധനം, അത് ബന്ധനമല്ല, അത് സുഖകരമായിട്ടുള്ള നമ്മളെ ഉയർത്തുന്നതാണ്. അത് നമ്മളെ ബാക്കി എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നതാണ് ഈ ഈശ്വരീയ മര്യാദകൾ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് പാലിക്കണം. എങ്കിൽ മാത്രമേ ജീവൻ മുക്ത അവസ്ഥ, ആ ജീവൻ മുക്ത അവസ്ഥ അതാണ് വ്യക്തി ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള അവസ്ഥയാണ്. ആ വ്യക്തികളുമായുള്ള ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ നമുക്ക് ഈ മര്യാദകളെല്ലാം പാലിക്കണമെന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ ജീവൻ മുക്ത അവസ്ഥ സംഗമയുഗത്തിലെ വേണമെന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ജീവൻ മുക്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മര്യാദകൾ നമ്മൾ പാലിക്കുമ്പോഴാണ് ആ എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവസാനം പറഞ്ഞ മര്യാദ ഇതാണ്, നിസ്വാർത്ഥ ദാതാവ്. കൊടുത്തുകൊണ്ടേയിരിക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ടേയിരിക്കുക, ബാബയ്ക്ക് സമാനം. അപ്പം ബാബ നമുക്ക്, ബാബയുടെ ആ സ്ഥിതി തന്നെ അങ്ങനെയാണ്. ബാബ ദാതാവാണ്, വരദാതാവാണ്. ബാബ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ എത്ര കൊടുക്കുന്നു എന്നോ, ഞാൻ കൊടുക്കുന്നത് ഇവരെത്ര വാങ്ങിക്കുന്നുണ്ടെന്നോ, ഞാൻ ഇത്രയും കൊടുത്തിട്ടും അത് അവർ യൂസ് ചെയ്യുന്നില്ല എന്നോ, ഇങ്ങനത്തെ യാതൊരു ചിന്തയും ബാബയുടെ ഉള്ളിൽ വരുന്നില്ല. ബാബയുടെ ആ സ്ഥിതി എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ടേയിരിക്കുക, എടുക്കേണ്ടവർ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എടുക്കുന്നു. അപ്പം നിസ്വാർത്ഥ ദാതാവ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അത് വരുന്നത് എന്താ വെച്ചാൽ, എപ്പോഴെങ്കിലും ഞാൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അത്രയും വലിയൊരു സഹായം ചെയ്തു. അപ്പം ഞാൻ ആരെയാണോ സഹായിച്ചത്, എപ്പോഴെങ്കിലും അവർ തിരിച്ച് എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ തിരിച്ച് എന്നോട് പെരുമാറിയെന്ന് വിചാരിക്കും. അപ്പോൾ ഉടനെ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക, ഇത്രയും ഞാൻ അവരെ സഹായിച്ചിട്ട് അവരെന്നോട് ഇത് ചെയ്തു. അപ്പോൾ അത് ഒരിക്കലും നിസ്വാർത്ഥ രീതിയിലല്ല ഞാൻ ചെയ്തത്. അവിടെ ഞാൻ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എപ്പോഴും അവർക്ക് ഉണ്ടാവണം ഞാൻ നിങ്ങളെ സഹായിച്ച ആളാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രതീക്ഷയല്ലേ വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഒരു നിസ്വാർത്ഥ ദാതാവിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ ബാബയെ പോലെ നമ്മൾ ഏതാത്മാവ് എങ്ങനെയുള്ളവരാണെങ്കിലും ശരി, നമ്മൾ എപ്പോഴും അവരുടെ മേൽ ആ ഒരു ദാതാവിൻ്റെ ദൃഷ്ടിയാണ് വെക്കേണ്ടത്. അവർക്ക് പല കുറവുകളും എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളെപ്പോഴും നമ്മളിൽ നിന്ന്, ഇപ്പോൾ ബാബ കഴിഞ്ഞ ദിവസം മുരളിയിൽ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ, ആരെ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ദൃഷ്ടി അങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുനിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയായിരിക്കണം. എന്തെങ്കിലും അവർക്ക് ശക്തിയോ സുഖമോ ശാന്തിയോ എന്തെങ്കിലും അവർക്ക് കിട്ടണം, അങ്ങനെ ആയിരിക്കണം
നമ്മളുടെ ഉള്ളിൽ നിന്നും വരുന്ന വൈബ്രേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം, അവർക്ക് ആ ഒരു സുഖം കിട്ടണം. അതാണ് യഥാർത്ഥത്തിലുള്ള ദാതാവ് എന്ന് പറയുന്നത്. അവരെനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് നോക്കാതെ എപ്പോഴും നിസ്വാർത്ഥ രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു വലിയ ഒരു മര്യാദയാണ്, നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. വേറെ എന്തെങ്കിലും പോയിന്റ് പറഞ്ഞു? दातापन की भावना में कहाँ हमारे चाल चलन में वो बताया कॉमन सेंस भी हो. हाँ जी, माना जहाँ बातें बोलना नहीं हम बोल देते, जवाब दे देते, समय व्यक्ति जो परिस्थिति है वो देखते नहीं है, ये भी मर्यादा नहीं है. समझ गए? समय परिस्थिति व्यक्ति अभी 2-3 बात कर रहे हैं, हाँ हाँ हम भी है, हाँ बड़े भी बैठे हैं, वो बात कर रहे हैं, मैं बीच में बोल ജി 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 അതായത് ഇടയിൽ കയറിയിട്ട് സംസാരിക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പം നമ്മുടെ മുതിർന്ന ആരെങ്കിലും, നമ്മുടെ സീനിയർ സിസ്റ്റർ വേറെ ആരുടെ അടുത്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക. അതൊരിക്കലും മര്യാദയല്ല. അപ്പം നമ്മുടെ സെൻറ്ററിലെ നിമിത്തമായ സിസ്റ്റർ സെൻറ്ററിൽ വരുന്ന 2-3 പേരുടെ അടുത്ത് സീരിയസ് ആയിട്ട് എന്തോ കാര്യം സംസാരിക്കുകയാണ്, അവർ ചർച്ച ചെയ്യാണ്. അപ്പം ഞാനത് കണ്ടു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അതിൻ്റെ എന്താ പറയുന്നത് വെച്ചാൽ അതിനൊരു വില കൊടുക്കാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കുക. അതൊരിക്കലും മര്യാദയുള്ള പെരുമാറ്റമല്ല. അപ്പം ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്, ഈശ്വരീയ മര്യാദകളാണ് ഇതെല്ലാം. ഇതൊക്കെ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് ഈ മര്യാദകൾ എനിക്ക് അറിയില്ല എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ ഈ മര്യാദകളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ ഈ മര്യാദയോടുകൂടി ജീവിക്കുന്നവരെ മാത്രമേ ബ്രാഹ്മണൻ എന്ന് പറയൂ. ഈശ്വരീയ മര്യാദകൾ എന്താണോ ഇപ്പം ദീദിക്ക് ഏൽപ്പിച്ചു തന്നത്, ഈ ഈശ്വരീയ മര്യാദ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ. അവരുടെ സംഗമയുഗത്തിൽ അവരുടെ ജീവിതമാണ് ശരിക്കും ജീവൻ മുക്തി ജീവിതം. അവർക്കാണ് സത്യയുഗത്തിൽ ജീവൻ മുക്ത അവസ്ഥ ഉണ്ടാകുന്നത്. അത് ഇവിടുന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മര്യാദകൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. तो मर्यादाएं जो है आप और गहराई से देखेंगे. मर्यादाएं माना ईश्वर के गुणों के आधार से, ईश्वर के ज्ञान वो समझ के आधार से, समझ माना ज्ञान, बुद्धि को जो भगवान समझती है वो सारी ज्ञान की बातें समझ के उस अनुसार चलना. उस समझ की चलन में सारे ईश्वर के गुणों के आधार से मेरा देखना, बोलना, चलना, उठना, बैठना, संबंधों में व्यवहार करना, ये सब उसी पर आधारित जो है उसको कहेंगे ईश्वरीय मर्यादाएं, जो मुझे सर्व प्रकार के बंधनों से मुक्त करा देते हैं. संबंध के बंधन खड़ा है क्योंकि ये जन्म जन्म तक लेके चले जाता है. तो क्योंकि मनुष्य आत्माओं का इसमें व्यवहार, कर्म, संकल्प, संपत्ति सब इन्वॉल्व है, जिस कारण ये जो संबंध है बंधन भी बनता. संबंध सुखदायी माना जहाँ संबंध में बंधन नहीं होता. ब्राह्मण माना ब्राह्मणों का संबंध है, ये बंधन नहीं. क्योंकि यहाँ ब्राह्मण परिवार में हम सब एक बाप के लिए जी रहे हैं. यहाँ कोई किसी के प्रति कोई स्वार्थ नहीं है, क्योंकि मुझे देने वाला मेरा बाबा दाता है, वरदाता है. एक का पदम देता, तो मनुष्यों से मैं क्यों एक्सपेक्ट करूँ ये मुझे रिस्पेक्ट देवे, ये मुझे महिमा करे, ये मुझे ये करे, वो करे, वो करे. हम बेकारी थोड़े ही है. हमारा बाप तो कोई प्रकार की एक्सपेक्टेशन, मांगने का विचार, चाहना यहाँ तक भी हम नहीं रख सकते हैं. ये हमारी मर्यादा नहीं है. हम सिर्फ रेस्पेक्ट दियो, सब कुछ करो, दियो दियो दियो, इसमें ही मुझे रहना है, दूसरा नहीं. तो इसलिए
सी नाम मान शान भी क्या है संबंधों में? एक तो स्वयं की ईगो लेवल है, दूसरी है भिखारीपन है, खाली है अंदर। रोज जो बाबा मुझे सम्मान दे रहा है, अरे मीठा बच्चा, वरदान देता, इतना ताकत भरता, इतना बाबा तो सच्ची दिल से कहता ना, मेरा बच्चा मास्टर सर्वशक्तिवान है, ये मेरा नूरे रतन है, ये मेरा दिल तख्त नशीन है। कौन इतना बड़ा बड़ा पोजीशन देगा? भगवान अपना पोजीशन दे करके बिठाता है मुझे। मनुष्य क्या दे सकते हैं आपको? 5 मिनट की महिमा भी नहीं, बाद में ग्लैनी भी कर सकता है। तो इसलिए इनके यही भरोसे पे मुझे नहीं रहना है। ये समझ लेना चाहिए, इसका पूरा ज्ञान चाहिए, समझ चाहिए मुझे अभी कौन मिला है। मुझे इस दुनिया से कुछ भी नहीं चाहिए, जो मेरा बाप दिया वो सिर्फ देते जाना है। ये है മര്യാദ. അതായത് ഈ മര്യാദകൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ബാബ എനിക്ക് പറഞ്ഞ് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അതേപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് ബാബ എനിക്ക് തന്നിട്ടുള്ളത്? ബാബ ആരാണ്? ഞാൻ ബാബയുടെ കുട്ടിയായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ അറിവുകളെല്ലാം നമ്മുടെ ഉള്ളിൽ വളരെ വ്യക്തമായിരിക്കണം. ആ അറിവ് നമുക്ക് നന്നായിട്ടുണ്ടായിരിക്കണം. പ്ലസ് ബാബയുടെ ഗുണങ്ങൾ, അത് നമ്മളിൽ നിന്ന് നമ്മളുടെ വ്യവഹാരങ്ങളിൽ മറ്റുള്ളവരുമായിട്ടുള്ള സംബന്ധങ്ങളിൽ ഈ അറിവിൻ്റെ ആധാരത്തിൽ, ഈ ഗുണങ്ങളുടെ ആധാരത്തിൽ നമ്മൾ എല്ലാവരോടും പെരുമാറുന്നതിനെയാണ് ശരിക്കും ഈശ്വരീയ മര്യാദ എന്ന് പറഞ്ഞാൽ. ആ അറിവ്, ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെയാണ് കിട്ടിയിട്ടുള്ളത്? സാഗരമാണ് ബാബ. എനിക്ക് തരാത്തതായിട്ട് എന്താണുള്ളത് ബാബ? ഞാൻ എന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്ത് തരാഞ്ഞിട്ടാണ് ബാബ എനിക്ക് എന്ത് തരാഞ്ഞിട്ടാണ് ഞാൻ മറ്റ് വ്യക്തികളിൽ നിന്ന് ഇന്നത് വേണം എന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഹുമാനം തന്നെയാണെങ്കിൽ ബാബ എനിക്ക് എത്ര ബഹുമാനം തന്നിട്ടുണ്ട്, എത്ര ഉയർന്ന സ്വമാനത്തിലാണ് എന്നെ ഇരുത്തിയിട്ടുള്ളത്. ഞാൻ എന്തിന് ഈ താൽക്കാലികമായിട്ട് വ്യക്തികളെ തരുന്ന ബഹുമാനത്തിൻ്റെ പുറകെ പോകുന്നു? എന്നെ അവർ റെസ്പെക്റ്റ് ചെയ്യണം, എനിക്ക് അവർ വാല്യൂ തരണം എന്നൊക്കെ എന്തിനാ ആഗ്രഹിക്കുന്നു, എന്തിനാ പ്രതീക്ഷ വയ്ക്കുന്നു? ഇതാണ് ശരിയായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. അതേപോലെ പദവി, പൊസിഷൻ, പേര്, എന്തിനാണ് വ്യക്തികളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ആ ഒരു എല്ലാവരുടെ മുന്നിലും എനിക്ക് ആ ഒരു പേര് വേണം, എനിക്ക് ആ ഒരു ഉയർന്ന പദവി വേണം എന്നൊക്കെ? ഇതൊക്കെ താൽക്കാലികമാണ്. ബാബ എനിക്ക് തന്നിട്ടുള്ള പദവി, പൊസിഷൻ എത്ര വലുതാണ്! ബാബ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ബാബയ്ക്ക് സമാനം, ഭഗവാന് സമാനമായിട്ടുള്ള എല്ലാ പദവികളും ബാബ എനിക്ക് തന്നിട്ടുണ്ട്. ബാബയുടെ കയ്യിലുള്ളത് എല്ലാ സമ്പത്തും ബാബ എനിക്ക് തന്നിട്ടുണ്ട്. ബാബ എന്താണ് എനിക്ക് തരാത്തതായിട്ടുള്ളത്? ബാബ എനിക്ക് അത്രയും റെസ്പെക്റ്റ് തരുന്നുണ്ട്, എത്ര സ്നേഹം തരുന്നുണ്ട് ഓരോ ദിവസത്തെ മുരളിയിൽ നിന്നും. അപ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഇത് അത്രയും വലിയ ഒരു തിരിച്ചറിവ്, ആ ഒരു സമജ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇതിൻ്റെ ആധാരത്തിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നവരായിരിക്കണം. ബാബയെ പോലെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും കൊടുക്കുന്നവരായിരിക്കണം. ആ ഗുണങ്ങളായിരിക്കണം നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ദൃഷ്ടി, മനോവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, ചലനം, എല്ലാത്തിലും അതായിരിക്കണം കാണേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ മര്യാദാപൂർവമുള്ള ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ബ്രാഹ്മണരുടെ ഇടയിൽ സംബന്ധമാണുള്ളത്, ഒരിക്കലും ബന്ധനമല്ല. ബന്ധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദ ഇല്ലാത്ത പെരുമാറ്റം എപ്പോഴും നമ്മളെ ബന്ധനങ്ങളിൽ, അവരുമായിട്ട് കണക്കാണ് പിന്നെയും ഉണ്ടാകുന്നത്. അപ്പം മര്യാദ ഇല്ലാത്ത പെരുമാറ്റം എപ്പോഴും ബന്ധനത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. പക്ഷെ ബ്രാഹ്മണരുടെ ഇടയിൽ എപ്പോഴും സംബന്ധമാണ് വേണ്ടത്. അപ്പോൾ ഈ മര്യാദാപൂർവമുള്ള പെരുമാറ്റം, ചലനമായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും. तो मेन बात है, पूरा हो गया ना? एला पॉइंट वनु इतनी सारी बातें बताते हैं, सभी हाथ में आते. फाइनल मर्यादा एक है, मैं बताऊं? जी जी जी. इधंदा एक मिनट बहन जी, इधंदा ना जाना है, अनाउंस एक ही बात बोल के समाप्त करती हूँ. फाइनल मर्यादा है
सारी मर्यादाओं की एसेंस, सारा संपन्नता जब आती है, फिर बाद में हमारा दृष्टि में, चाल चलन में संपूर्ण निरहंकारिता की मर्यादा, जो हम बड़े दादी में देखा, सारी दादियों में देखा, जो सदैव सबके आगे झुकते चले, अहंकार की ना बोलता ना चालता ना दृष्टि था, हम बहुत बड़े ऊंचे, बहुत बड़े पोजीशन वाले, ये कुछ भी नहीं था। ये हमारा मर्यादा नहीं, क्योंकि भगवान सृष्टि पे आता एक्सट्रीम निरहंकारी, और बात करने में वो आप देखिए, बाबा कहता बच्चे मैं ओबीडियंट सर्वेंट, इतना बिल्कुल सारे को इतना रिस्पेक्ट दे करके चल के अपने को पीछे रखता। सिर्फ परिचय भी बाबा अपना पहचान देने के लिए अपना सारी बातें बताता। एक दिन साकार मुरली में कहा, बच्चे सब कुछ बाप कर सकता लेकिन करता नहीं है, ये तो ठीक है, उसका पार्ट है। बाबा खुद को भगवान के भी स्वीकार नहीं किया और उसको कह दिया वो भी पार्ट है। हम ऐसे करते हैं, सब करने के बाद अरे ये तो पार्ट था, हम तो कुछ किया ही नहीं। तो ये है एक्सट्रीमली निरहंकारिता, जो मैं आई जैसे आई वैसे जाती हूँ। इधर अपना क्या है, इधर कुछ है ही नहीं, किसके लिए अभिमान करूँ, क्या है, क्या किया है, कुछ भी नहीं। समझ बाप की, शक्तियाँ बाप की, गुण बाप की, सारा ज्ञान और सेवा की, जो पुण्य कमाने के लिए जो भी हमें रास्ता दिया है वो भी बाबा की कृपा है, मेहरबानी है। इधर अपना क्या है, किसके लिए अभिमान करे, नहीं। अभिमान की चाल चलन दूसरों को दुखी करता है, इसलिए हम कभी नहीं ऐसे अमर्यादित चाल चलन करें। और संबंधों की मर्यादाओं में इतनी गहरी अटेंशन क्यों ज़रूरी है? संबंधों में संपत्ति इन्वॉल्व है, उसका आप लोग ही डिटेल सोच लेना, टाइम पूरा हो गया। संबंधों में साधन इन्वॉल्व है, संबंधों में पदार्थ इन्वॉल्व है, संबंधों के पीछे समय इन्वॉल्व है, संबंधों के पीछे हमारी बहुत सारी ताकतें इन्वॉल्व है, मना हम उसके लिए खर्चा करते हैं। तो उसमें अगर इन मर्यादाओं का, नियमों का अगर ख्याल नहीं रखेंगे, फिर हम तो सारा ही फंस जाएंगे। फॉर एग्ज़ाम्पल, संबंधों में मोह है बच्चों में, ठीक है, तो उस टाइम हम क्या करेंगे, मोह लोभ लाता है, मेरे बच्चों के लिए सारा करते रहो, जमा करते रहो, फिर उसी प्रमाण हमारा सारा रीत नीत होता है। तो फिर पदार्थ मिसयूज़ होता है, पदार्थ में लोभ के कारण दूसरों का भी, मेरा भी मेरा, तेरा भी मेरा, ऐसे फिर कहाँ धोखा, कहाँ झूठ, कहाँ कुछ, ये सारी विकर्मों की बातें इन्वॉल्व है, जिस कारण संबंधों में ये मर्यादित चाल चलन, मुझे ऐसे पदार्थ हो, पैसा हो या कोई साधन हो, वो ज़रूरत से ज़्यादा हम कहीं भी वेस्ट नहीं करेंगे, संबंधों से बचे रहेंगे। क्योंकि सारी संपत्ति सृष्टि की जितना भी है, सारी साधन, सारी पदार्थ, सारी प्रकृति की सारा देन है, ये सब उसका है, बाप का है। ये सारी प्रॉपर्टी संपत्ति उसका है, उसका बिगर पूछे, उसका परमिशन बिगर, उसके कायदे कानून बिगर मैं किसी पर भी यूज़ नहीं कर सकती, मेरा कोई अधिकार नहीं है। अगर हम करते हैं तो फिर हमको बंद लेते हैं, फिर प्रकृति भी रिवेंज लेती है। फिर कभी सुनाएंगे हम 3 प्रकार की हिसाब किताब संबंधों में कैसे बनाते हैं, फिर उसको चुप करने के लिए कितना ताकत लगानी पड़ती है, उसका पनिशमेंट कितना गहरा है। ഓം ശാന്തി. ലാസ്റ്റ് മര്യാദ പറഞ്ഞ ഇതാണ്, സമ്പൂർണ്ണ രീതിയിൽ നിരഹങ്കാരിത്വം. ഒരു രീതിയിലുമുള്ള അഹങ്കാരമോ അഭിമാനമോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല.
അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും ബാബയെ ഫോളോ ചെയ്യണം. ബാബ ഇത്രയും ഹയസ്റ്റ് അതോറിറ്റി ഭഗവാൻ ഈ സൃഷ്ടിയിൽ വന്ന് എത്രമാത്രം നിരഹങ്കാരിത്വത്തോടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതല്ലേ ബാബ മുരളിയിൽ എപ്പോഴും പറയാറില്ലേ, ഞാൻ നിങ്ങളുടെ ഒബീഡിയൻറ്റ് സെർവൻ്റ് ആണ്. അപ്പോൾ എത്ര വിനയമാണ് ബാബ നമ്മളുടെ മുന്നിൽ. ബാബയുടെ ആ ഒരു വ്യക്തിത്വത്തെ, ആ ഒരു സ്വരൂപത്തെ ബാബ എത്ര പ്രകടമാക്കുന്നുണ്ട്, എത്ര നിരഹങ്കാരിയാണ് ബാബ. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ മനസ്സിലാക്കണം, നമ്മൾ എന്തിനാണ് അഹങ്കാരം കാണിക്കുന്നത്. അതിന് നമ്മൾ ഇത്രയും ഓർത്താൽ മതി. അപ്പോൾ ബാബ പോലും ഒരിക്കലും, ഈ അടുത്ത് തന്നെ ബാബ ഒരിക്കലും മുരളിയിൽ ഇങ്ങനെ പറഞ്ഞു, ഭഗവാനാണ്, പക്ഷേ ബാബ പറഞ്ഞ എന്താണെന്നറിയോ, അതെൻ്റെ പാർട്ടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അത്രയും പോലും ബാബ ഭഗവാൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ നിന്ന് പോലും മുക്തമായിട്ട് ബാബ പറയാണ്, അതെൻ്റെ പാർട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്ന്. അപ്പം അതേപോലെ തന്നെ നമ്മളത് ധാരണ ചെയ്യണം. ഞാൻ മേലെന്ന് എങ്ങനെ വന്നു ആത്മാവായിട്ട്, തിരിച്ച് ഞാൻ പോകുന്നത് ആത്മാവായിട്ട്. ബാക്കി ഈ സൃഷ്ടി നാടകത്തിലെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ പാർട്ടാണ്. ഇപ്പം ഞാൻ വലിയ പൊസിഷനിലാണ്, അത്രയും ഒരു പദവിയിലാണ്, ഇതെല്ലാം കേവലം എൻ്റെ പാർട്ട് മാത്രമാണ്. അതിലെന്താണ് അഹങ്കരിക്കാനായിട്ടുള്ളത്? അങ്ങനെ ആ രീതിയിൽ നമ്മൾ ധാരണ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ആ അഹങ്കാരം എന്ന ആ ഫീലിങ്ങിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ നമ്മൾ കളയണം. പിന്നെ ഒരു പോയിന്റ് എന്താ പറഞ്ഞു, वो पार्ट है, पार्ट है। हम भी पार्ट है, लेकिन संबंधों में इतनी मर्यादाओं का इतनी गहरा अटेंशन क्यों चाहिए? क्योंकि संबंधों में संपत्ति साधन पदार्थ. പിന്നെ പറഞ്ഞത് ഇതാണ്, അതായത് അപ്പം ഈ മര്യാദകളെല്ലാം നമ്മളുടെ സംബന്ധങ്ങളിൽ പാലിക്കണം എന്ന് പറയാൻ കാരണം, ഈ മര്യാദകളിലൂടെ നമ്മൾ സംബന്ധത്തിൽ വ്യവഹാരം ചെയ്താൽ മാത്രമാണ് നമുക്ക് ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ സംബന്ധവുമായിട്ട് റിലേറ്റഡ് ആണ് സമ്പത്ത്, വസ്തുക്കൾ, നമ്മളുടെ സമയം, നമ്മളുടെ ശക്തി, പ്രകൃതി, ഇതെല്ലാം ഓരോ സംബന്ധത്തിലും റിലേറ്റഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് മോഹമുണ്ട്. അപ്പോൾ അവിടെ മോഹം വരുമ്പോൾ എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയവും സങ്കല്പവും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ബ്രാഹ്മണനായ എനിക്ക് എന്താണുള്ളത്, ശരിക്കും എല്ലാം എനിക്ക് ബാബ തന്നിട്ടുള്ളതല്ലേ. ജ്ഞാനം ബാബ തന്നിട്ടുള്ളതാണ്, എൻ്റെ ഈ പൊസിഷൻ, പദവി, എനിക്ക് തന്നിട്ടുള്ള സേവനം പോലും എനിക്ക് പുണ്യമുണ്ടാക്കാൻ വേണ്ടി ബാബ തന്നിട്ടുള്ള അവസരം മാത്രമാണ്. അത് ബാബയ്ക്ക് എൻ്റെ മേലുള്ള ദയയാണ്, എൻ്റെ മേലുള്ള സ്നേഹം മാത്രമാണ്. അല്ലാതെ എനിക്ക് എന്താണ് ഇവിടെ അവകാശപ്പെടാൻ, ബ്രാഹ്മണനായിരിക്കെ തന്നെ എനിക്ക് എന്താണ് ഇവിടെ അവകാശപ്പെടാനുള്ളത്? അപ്പം ഇതെല്ലാം ബാബ എനിക്ക് തന്നിട്ടുള്ള ഖജനാവുകളാണ്. ആ ഖജനാവുകളെ ഞാൻ ഒരിക്കൽ പോലും ഈ ബന്ധങ്ങളിൽ വരുമ്പോൾ ഒരിക്കൽ പോലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് വിരുദ്ധമായിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ സമ്പത്തോ സാധനങ്ങളോ സമയമോ സങ്കല്പമോ വ്യവഹാരത്തിൽ വരുമ്പോൾ ഞാൻ ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് വലിയൊരു പാപമായിട്ട് മാറും, അതെന്നെ വീണ്ടും ബന്ധനങ്ങളിൽ കൊടുക്കും. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ മര്യാദകളെല്ലാം തന്നെ നമ്മളുടെ ഈ ബന്ധങ്ങളിൽ, പരസ്പരമുള്ള ബ്രാഹ്മണ പരിവാരത്തിലുള്ള ബന്ധങ്ങളിൽ നമ്മളെ ബന്ധനമുക്തമാക്കുന്ന മര്യാദകളാണ്. അതാണ് നമ്മളെ മര്യാദ പുരുഷോത്തമനാക്കി മാറ്റുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് സമ്പൂർണ്ണ രീതിയിൽ നിരഹങ്കാരിത്വം. ഓം ശാന്തി. बच्चों को नमस्ते